യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ സഹോദരീ സഹോദരങ്ങൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ദൈവകൃപയുടെ നല്ലൊരു ദിവസം നിങ്ങൾക്ക് ഞാൻ ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം പ്രഭാഷകൻ്റെ പുസ്തകം 33-ാം അധ്യായം 17-ാം തിരുവചനം. കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. പ്രിയ സഹോദര സഹോദരി, ഈ ദൈവവചനം ശ്രവിക്കുന്ന ഏതൊരു വ്യക്തിയും എപ്പോഴും ഓർക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ദൈവവചനത്തിലൂടെ നമ്മളിപ്പോൾ ശ്രവിച്ചത്. നീ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? പുറകിലാണേലും മുന്നിലാണേലും ദൈവം വളരെ വ്യക്തമായിട്ട് നമ്മളോട് പറയുകയാണ്, കർത്താവിൻ്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. തോറ്റുപോയി എന്ന് കരുതുന്നവരാണെങ്കിലും, എനിക്കെല്ലാം ലഭിച്ചു എന്ന് വിചാരിക്കുന്നവരാണെങ്കിലും എപ്പോഴും ഓർത്തിരിക്കേണ്ട കാര്യമാണ്, കർത്താവിൻ്റെ അനുഗ്രഹം നിൻ്റെ കൂടെ ഉള്ളതുകൊണ്ടാണ് നീ മുൻപന്തിയിലെത്തിയിരിക്കുന്നത്. നമ്മൾ പുറകിലാണ് നിൽക്കുന്നതെങ്കിൽ ദൈവാനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട്, ദൈവകൃപയ്ക്കായി യാചിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തോടൊപ്പം നിന്നാൽ ഉറപ്പായും നിങ്ങൾ ഇന്ന് തന്നെ മുൻപന്തിയിലെത്തും. കർത്താവേ, ഞാൻ ഈ ലോകത്തിലെ ഏറ്റവും വലിയ പാപിയാണെന്ന് പറയുവാൻ നിങ്ങൾ മനസ്സുവെച്ചാൽ, നിനക്കെതിരെ ഞാൻ വളരെ തിന്മകൾ ചെയ്തു പോയി, അതുകൊണ്ടാണ് ഞാൻ പുറകിലായത്, ഞാൻ നിൻ്റെ മകനാണ് മകളാണെന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ ദൈവത്തിൽ ആശ്രയിച്ചാൽ തീർച്ചയായും നിങ്ങളിന്ന് മുൻപന്തിയിലെത്തും. നമ്മളെ തന്നെ ഒന്ന് ആത്മശോധന ചെയ്യേണ്ട സമയം. മുന്നിലാണോ പിന്നിലാണോ എൻ്റെ സ്ഥാനം? പിന്നിലാണെന്ന് തോന്നുന്ന ഏതൊരു വ്യക്തിയും ആ ദൈവത്തിൻ്റെ അടുക്കൽ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ അടുക്കൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക, തുറന്നു പറയുക, കർത്താവേ, ഞാൻ തെറ്റ് ചെയ്തു പോയി, നിൻ്റെ മകനെന്നോ മകളെന്നോ വിളിക്കുവാൻ ഞാൻ യോഗ്യനല്ല. എന്നാലും ദൈവമേ, നീ നിൻ്റെ രാജ്യത്തിലായിരിക്കുമ്പോൾ എന്നെ കൂടി ഓർക്കണമേ എന്ന് നല്ല കള്ളൻ പറഞ്ഞതുപോലെ കർത്താവിനോട് നമ്മളെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് നമ്മുടെ അവസ്ഥ പറയുക. തെറ്റ് പറ്റിപ്പോയി എന്ന് ഏറ്റുപറയുക. ഉറപ്പായും അവൻ ഇന്ന് നിങ്ങളെ മുൻപന്തിയിലെത്തിക്കും. മുന്നിൽ നിൽക്കുന്നവർ ദൈവത്തോട് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ഞാൻ മുന്നിലാകാൻ കാരണം കർത്താവേ, നിൻ്റെ കൃപ കൊണ്ടാണ്, നിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്, നീയാണ് എന്നെ മുന്നിലെത്തിച്ചിരിക്കുന്നത്. എൻ്റെ കഴിവോ എൻ്റെ മിടുക്കോ എൻ്റെ സമ്പത്തോ ഒന്നുമല്ല, നിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കുക. പിതാവായ ദൈവം എല്ലാവരെയും മുൻപന്തിയിലെത്തിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. തോറ്റുപോയി എന്ന് നിരാശപ്പെട്ടിരിക്കുന്ന മക്കൾ ഇന്ന്
ദൈവാനുഗ്രഹത്താൽ മുൻപന്തിയിലെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടി ജനങ്ങളെയും യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. ലോകസമാധാനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവവും രക്ഷകനും നാഥനുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.